പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാർക്ക് റിയാക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. ഡാർക്ക് റിയാക്ഷന് പറയുന്ന മറ്റൊരു പേരാണ് കാൽവിൻ സൈക്കിൾ. എന്തുകൊണ്ടാണ് ഇത് ആദ്യമായിട്ട് ഇതിലെ വിവിധ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ കാർബണിൻ്റെ പാത്ത് കണ്ടെത്തിയത് കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അതുകൊണ്ടാണ് ഇത് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അതിൻ്റെ പേര് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. അതുകൊണ്ട് ഇതിനെ C3 സൈക്കിൾ എന്നും വിളിക്കും. ഇനി ഇതിൽ പ്രധാനമായും 3 സ്റ്റെപ്പുകളാണുള്ളത്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ RuBp എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവുന്നതിനെയാണ് കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. പിന്നീട് അതിന് റെഡ്യൂസ് ചെയ്ത് ട്രയോസ് ഫോസ്ഫേറ്റുകൾ ഉണ്ടാകുന്നു. ഇതിലെ 2 എണ്ണം കമ്പൈൻ ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ATP ആവശ്യമുണ്ട്, NADPH2 ആവശ്യമുണ്ട്. ബാക്കി വരുന്ന 10 ട്രയോസ് ഫോസ്ഫേറ്റുകൾ RuBpയുടെ റീജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാവണമെങ്കിൽ 18 ATP മോളിക്യൂൾസും 12 NADPH മോളിക്യൂൾസും ആവശ്യമുണ്ട്. കാർബോക്സിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് റുബിസ്കോ, റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഇതിന് 2 സ്വഭാവമുണ്ട്. കാർബോക്സിലേഷൻ കാറ്റലൈസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഓക്സിജനേഷൻ കാറ്റലൈസ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇനി റുബിസ്കോയ്ക്ക് ചുറ്റും ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് റുബിസ്കോ RuBpയുടെ ഓക്സിജനേഷനെ കാറ്റലൈസ് ചെയ്യുന്നു. അങ്ങനെ RuBp ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഫോസ്ഫോഗ്ലിസറിക് ആസിഡും ഒരു മോളിക്യൂള് 2 കാർബൺ അടങ്ങിയിട്ടുള്ള ഫോസ്ഫോഗ്ലൈക്കോളേറ്റും ഉണ്ടാവും. ഈ പാത്വേക്ക് പറയുന്ന പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ. ഈ ഫോട്ടോ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല, C3 സൈക്കിൾ നടക്കില്ല. ഇത് ഫോട്ടോസിന്തസിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതുകൊണ്ട് തന്നെ ചില പ്ലാന്റ്സിൽ ഈ ഫോട്ടോ റെസ്പിറേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ആൾട്ടർനേറ്റീവ് പാത്വേ കൂടിയുണ്ട്. ഇതിന് പറയുന്ന പേരാണ് C4 പാത്വേ, അല്ലെങ്കിൽ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്ന് പറയും. ഈ പാത്വേ കണ്ടെത്തിയ സയൻറ്റിസ്റ്റുകളുടെ ബഹുമാനാർത്ഥം ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ അവയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസിൽ വളരാൻ കഴിയും, ചൂടുള്ള പ്രദേശങ്ങളിൽ വളരാൻ കഴിയും, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ വളരാൻ കഴിയും. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് പറയുന്ന പേരാണ് C4 പ്ലാന്റ്സ് എന്ന് പറയും. C4 പാത്വേ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? നേരത്തെ C3 പാത്വേ എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? അതിലെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് 3 കാർബൺ കണ്ടെയ്നിങ് ആണ്, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഇത് 4 കാർബൺ കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ C4 പാത്വേ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് എക്സാമ്പിളാണ് മെയ്സ്, ചോളം, സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് ഒരു സെറിയൽ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. സെറിയൽസ് അല്ലെങ്കിൽ മില്ലറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് സ്വർഗം. അപ്പോൾ C3 സൈക്കിൾ മാത്രം കാണപ്പെടുന്ന പ്ലാന്റ്സിനെ C3 പ്ലാന്റ്സ് എന്ന് വിളിക്കാം. C3 സൈക്കിളും C4 സൈക്കിളും കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ C4 പ്ലാന്റ്സ് എന്ന് വിളിക്കാം. പ്ലാന്റ്സ് ദാറ്റ് ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസ് ഹാവ് C4 പാത്വേ. വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിന് C4 പാത്വേ ഉണ്ടായിരിക്കും. ദീസ് പ്ലാന്റ്സ് ആർ കോൾഡ് C4 പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിന് C4 പ്ലാന്റ്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ മെയ്സ്, ഷുഗർ കെയിൻ, സ്വർഗം. ചോളം, ഷുഗർ കെയിൻ, കരിമ്പ്, അതുപോലെ സ്വർഗം. ഇനി C4 പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവയ്ക്കൊരു പ്രത്യേക ലീഫ് അനാറ്റമി ഉണ്ടായിരിക്കും. ഈ പ്രത്യേക ലീഫ് അനാറ്റമിയെ പറയുന്ന പേരാണ് ക്രാൻസ് അനാറ്റമി എന്ന് പറയും. മാത്രമല്ല ഇവയ്ക്ക് വളരെയധികം ഉയർന്ന ഊഷ്മാവിനെ അതിജീവിക്കാൻ കഴിയും, ഹൈ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയും, സഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയെ അതിജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവയ്ക്ക് ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ടാവില്ല. ഫോട്ടോ റെസ്പിറേഷൻ ഇവയിൽ ആബ്സെൻ്റ് ആയിരിക്കും. അതേസമയം C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ടായിരിക്കും. C4 പ്ലാന്റ്സ് ഹാവ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമി. C4 പ്ലാന്റ്സിന് ഒരു പ്രത്യേക തരത്തിലുള്ള ലീഫ് അനാറ്റമി ഉണ്ട്. ദേ ടോളറേറ്റ് ഹയർ ടെമ്പറേച്ചർ. അവ ഉയർന്ന ടെമ്പറേച്ചറിനെ സഹിക്കുന്നു. ദേ ഷോ എ റെസ്പോൺസ് ടു ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഉയർന്ന പ്രകാശ തീവ്രതയോട് അവയ്ക്ക് പ്രതികരിക്കാനുള്ള കഴിവുണ്ട്.
ദേ ലാക്ക് ഫോട്ടോ റെസ്പിരേഷൻ, അവയിൽ ഫോട്ടോ റെസ്പിരേഷൻ ഇല്ല. ഇനി എന്താണ് ഈ ക്രാൻസ് അനാറ്റമി? ക്രാൻസ് എന്നുള്ള വേർഡ് മീനിങ് റീത്ത് എന്നാണ്, അല്ലെങ്കിൽ റിങ് എന്നൊക്കെയാണ് അർത്ഥം. റീത്തും റിങ്ങും ഒക്കെ ഏകദേശം വട്ടത്തിലാണ്. ഇതിന്റെ പ്രത്യേകത, ഈ ബണ്ടിൽ ഷീത്ത് വളരെയധികം വലിയ സെല്ലുകളാണ് ബണ്ടിൽ ഷീത്ത് സെൽസ്. മാത്രമല്ല ബണ്ടിൽ ഷീത്ത് സെൽസിൽ ധാരാളം ക്ലോറോപ്ലാസ്റ്റുകൾ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു റീത്ത് പോലെയാണ് മൈക്രോസ്കോപ്പിൽ അപ്പിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിങ് പോലെയാണ്. മാത്രമല്ല ഇവയുടെ സെൽവാൾ വളരെയധികം തിക്കാണ് ആൻഡ് ഇംപെർവിയസ് ടു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. അതിനുള്ളിൽ നിന്ന് ഗ്യാസുകൾ പുറത്തേക്ക് പോവില്ല. The special leaf anatomy of C4 plants is called Kranz anatomy. C4 പ്ലാന്റ്സിന്റെ പ്രത്യേക ലീഫ് അനാറ്റമിക്ക് പറയുന്ന പേരാണ് ക്രാൻസ് അനാറ്റമി. പലപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. C4 പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ലീഫ് അനാറ്റമിക്ക് പറയുന്ന പേരെന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ക്രാൻസ് മീൻസ് റീത്ത്. ക്രാൻസിൻ്റെ അർത്ഥം റീത്ത് എന്നാണ്. They have large cells around the vascular bundles called bundle sheath cells. അവയ്ക്ക് വാസ്കുലാർ ബണ്ടിൽസിന് ചുറ്റും വലിയ സെല്ലുകൾ കാണാം, വലിയ കോശങ്ങൾ കാണാം. ഇവയ്ക്ക് പറയുന്ന പേരാണ് ബണ്ടിൽ ഷീത്ത് സെൽസ്. ദേ മേ ബി ഇൻ സെവറൽ ലെയേഴ്സ്. അവ ധാരാളം പാളികളായിട്ട് കാണാം. ദേ ഹാവ് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ബണ്ടിൽ ഷീത്ത് സെൽസിൽ ധാരാളം ക്ലോറോപ്ലാസ്റ്റുകൾ കാണാം, ഹരിതകങ്ങൾ കാണാം. തിക്ക് സെൽ വാൾസ്, കട്ടിയേറിയ കോശഭിത്തിയാണുള്ളത്. ഇംപെർവിയസ് ടു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അഥവാ വാതക വിനിമയം നടക്കില്ല അതിലൂടെ. ആൻഡ് നോ ഇന്റർസെല്ലുലാർ സ്പേസസ്, ഇന്റർസെല്ലുലാർ സ്പേസുകൾ ഇല്ല. C4 സൈക്കിളിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം. C4 സൈക്കിള് മീസോഫിൽ സെൽസിലും ബണ്ടിൽ ഷീത്ത് സെൽസിലുമായിട്ടാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നത് മീസോഫിൽ സെല്ലുകളിൽ വെച്ചുകൊണ്ടാണ്. അതേസമയം C3 സൈക്കിള് ഇവയിൽ നടക്കുന്നത് ബണ്ടിൽ ഷീത്ത് സെൽസിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ മീസോഫിൽ സെൽസിൽ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഉണ്ടാവില്ല. ബണ്ടിൽ ഷീത്ത് സെൽസിലാണ് റുബിസ്കോ കാണപ്പെടുന്നത്. ഇനി മീസോഫിൽ സെൽസിൽ ഇവിടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്ന ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഇതൊരു 3 കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്, 3 കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഇത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഒരു 4 കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു C4 ആസിഡ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ഓക്സാലോസെറ്റിക് ആസിഡ്. ഈ ഓക്സാലോസെറ്റിക് ആസിഡ് മറ്റൊരു 4 കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടായി മാറും. അതിന് പറയുന്ന പേരാണ് മാലിക് ആസിഡ്. ഈ മാലിക് ആസിഡ് പിന്നീട് ബണ്ടിൽ ഷീത്ത് സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അങ്ങനെ അത് ബണ്ടിൽ ഷീത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ വിധേയമാവും. എന്താ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. അങ്ങനെ 4 കാർബണുള്ള മാലിക് ആസിഡിൽ നിന്ന് 1 കാർബൺ പോയി കഴിഞ്ഞാൽ ഇനി അതിൽ 3 കാർബണേ ഉള്ളൂ. ഈ 3 കാർബണുള്ള കോമ്പൗണ്ടാണ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡായിട്ട് മാറും. മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് C3 സൈക്കിളിൽ ഉപയോഗിക്കും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് C4 സൈക്കിൾ നടക്കുന്നത്. കാരണം റുബിസ്കോക്ക് ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യുമ്പോഴാണ് ഫോട്ടോ റെസ്പിരേഷൻ നടക്കുന്നത്. ഈ ഫോട്ടോ റെസ്പിരേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബണ്ടിൽ ഷീത്ത് സെൽസിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കും. ബണ്ടിൽ ഷീത്ത് സെൽസിൻ്റെ സെൽവാൾ വളരെയധികം കട്ടിയേറിയതാണെന്ന് നേരത്തെ പറഞ്ഞു. അത് ഇംപെർവിയസ് ടു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആണെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കലും ബണ്ടിൽ ഷീത്ത് സെൽസിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. അതുകൊണ്ട് ബണ്ടിൽ ഷീത്ത് സെൽസിൽ റുബിസ്കോയ്ക്ക് ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ C3 സൈക്കിൾ നടക്കും. എന്ത് നടക്കില്ല? ഫോട്ടോ റെസ്പിരേഷൻ നടക്കില്ല. ദെൻ ഈ മാലിക് ആസിഡ് തിരിച്ച് മീസോഫിൽ സെൽസിലേക്ക് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഈ മാലിക് ആസിഡ് പിന്നീട് ഫോസ്ഫോറിലേഷന് വിധേയമാകും. എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് റീജനറേറ്റ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് C4 സൈക്കിൾ നടക്കുന്നത്. ഇൻ C4 പാത്വേയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് എ 3 കാർബൺ കോമ്പൗണ്ട് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഓർ PEP. കാർബൺ ഡൈ ഓക്സൈഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് അഥവാ PEP എന്ന് പറയുന്ന 3 കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു.
ആൻഡ് പ്രൊഡ്യൂസ് എ 4 കാർബൺ കോമ്പൗണ്ട് ഓക്സാലോഅസെറ്റിക് ആസിഡ്. അങ്ങനെ ഒരു 4 കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടായിട്ടുള്ള ഓക്സാലോഅസെറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് PEP കാർബോക്സിലേസ്. കാർബോക്സിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് കാർബോക്സിലേസ്. PEP അഥവാ ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡിനെയാണ് ഇവിടെ കാർബോക്സിലേഷൻ നടത്തുന്നത്. അതുകൊണ്ട് എൻസൈമിൻ്റെ പേര് PEP കാർബോക്സിലേസ്. ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം PEP കാർബോക്സിലേസ്. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് PEP കാർബോക്സിലേസ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മീസോഫിൽ സെൽസ്. ഇത് നടക്കുന്നത് മീസോഫിൽ സെല്ലുകളിൽ വെച്ചാണ്. റുബിസ്കോ ഈസ് ആബ്സെന്റ് ഇൻ മീസോഫിൽ സെൽസ്. റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം മീസോഫിൽ സെല്ലുകളിൽ കാണപ്പെടില്ല. ഓക്സാലോഅസെറ്റിക് ആസിഡ് ഓർ OAA ഈസ് കൺവേർട്ടഡ് ടു അനദർ 4 കാർബൺ കോമ്പൗണ്ട് മാലിക് ആസിഡ്. ഓക്സാലോഅസെറ്റിക് ആസിഡ് മറ്റൊരു 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള മാലിക് ആസിഡ് ആയിട്ട് മാറും. വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ബണ്ടിൽ ഷീത്ത് സെൽസ്. അത് ബണ്ടിൽ ഷീത്ത് സെൽസിലേക്ക് പിന്നീട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഇൻ ബണ്ടിൽ ഷീത്ത് സെൽസിൽ മാലിക് ആസിഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു റിലീസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് എ 3 കാർബൺ മോളിക്യൂൾ പൈറുവിക് ആസിഡ്. മാലിക് ആസിഡ് 2ആയി മുറിയും. കാർബൺ ഡയോക്സൈഡായും മറ്റൊരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറുവിക് ആസിഡായിട്ടും ബ്രേക്ക് ചെയ്യപ്പെടും. The pyruvic acid is transported back to the mesophyll. പൈറുവിക് ആസിഡ് തിരിച്ച് മീസോഫിൽ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. where is converted to PEP again. അവിടെ വെച്ചത് വീണ്ടും PEP ആയിട്ട് മാറും. കംപ്ലീറ്റിംഗ് ദ സൈക്കിൾ. അങ്ങനെ ആ ചക്രം പൂർത്തീകരിക്കുന്നു. The carbon dioxide released in the bundle sheath cells enters the C3 pathway. ബണ്ടിൽ ഷീത്ത് സെൽസിൽ റിലീസ് ചെയ്യപ്പെട്ട കാർബൺ ഡയോക്സൈഡ് C3 പാത്വേയിൽ പ്രവേശിക്കുന്നു. ആൻഡ് സിന്തസൈസ് ഷുഗേഴ്സ്. അങ്ങനെ ഷുഗേഴ്സ് നിർമ്മിക്കുന്നു, ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു, ആഹാരം നിർമ്മിക്കുന്നു. റുബിസ്കോ ഈസ് റിച്ച് ഇൻ ബണ്ടിൽ ഷീത്ത് സെൽസ്. റുബിസ്കോ വളരെയധികം ബണ്ടിൽ ഷീത്ത് സെൽസിൽ കാണപ്പെടുന്നു. ഇനി C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വ്യത്യാസം, C3 പ്ലാന്റ്സിൽ C3 പാത്വേ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതേസമയം C4 പ്ലാന്റ്സിലാണെങ്കിൽ 2 പാത്വേയുണ്ട്. C3 പാത്വേയുണ്ട്, C4 പാത്വേയും കാണപ്പെടാം. മറ്റൊരു വ്യത്യാസം, C3 പാത്വേ ഒക്കേഴ്സ് ഇൻ ഓൾ മീസോഫിൽ സെൽസ്. C3 പ്ലാന്റ്സിൽ എല്ലാ മീസോഫിൽ സെല്ലുകളിലും C3 പാത്വേ കാണപ്പെടും. അതേസമയം C4 പ്ലാന്റ്സിൽ C3 സൈക്കിൾ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ മീസോഫിൽ സെൽസ്. മീസോഫിൽ സെൽസിൽ C3 സൈക്കിൾ കാണപ്പെടില്ല, നടക്കില്ല. ബട്ട് ഡസ് ഓൺലി ഇൻ ബണ്ടിൽ ഷീത്ത് സെൽസ്. ബണ്ടിൽ ഷീത്ത് സെൽസിൽ മാത്രമേ C4 പ്ലാന്റ്സിൽ C3 സൈക്കിൾ നടക്കുന്നുള്ളൂ. ഇനി C3 പ്ലാന്റ്സിൽ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇസ് എ 5 കാർബൺ കോമ്പൗണ്ട് RUBP. പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് 5 കാർബൺ അടങ്ങിയിട്ടുള്ള RUBP ആണ്. അതേസമയം C4 പ്ലാന്റ്സിലാണെങ്കിലോ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട് PEP. പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടുള്ള PEP ആണ്. ദെൻ നാലാമത്തെ വ്യത്യാസം, റുബിസ്കോ ഈസ് പ്രസന്റ് ഇൻ മീസോഫിൽ സെൽസ്. C3 പ്ലാന്റ്സിൽ റുബിസ്കോ മീസോഫിൽ സെല്ലുകളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതേസമയം C4 പ്ലാന്റ്സിലാണെങ്കിലോ റുബിസ്കോ ഈസ് ആബ്സെന്റ് ഇൻ മീസോഫിൽ സെൽസ്. റുബിസ്കോ എവിടെ ഇല്ല? മീസോഫിൽ സെൽസിൽ ഇല്ല. ബട്ട് ഓൺലി പ്രസന്റ് ഇൻ ബണ്ടിൽ ഷീത്ത് സെൽസ്. ബണ്ടിൽ ഷീത്ത് സെൽസിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു വ്യത്യാസം, C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഈസ് പ്രസന്റ്. C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ കാണപ്പെടുന്നു. അതേസമയം ഇൻ C4 പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷൻ ഈസ് ആബ്സെന്റ്. ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. C3 പ്ലാന്റ്സിന് ഒരു എക്സാമ്പിളാണ് ടൊമാറ്റോ, തക്കാളി. C4 പ്ലാന്റ്സിന് എക്സാമ്പിളാണ് മെയ്സ്, ഷുഗർ കെയിൻ, സ്വർഗം. ഇത്രയുമാണ് C4 സൈക്കിളിനെ കുറിച്ച്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിനെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന വിവിധ ഘടകങ്ങൾ. ഫോട്ടോസിന്തസിനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഒക്കെ അഫക്റ്റ് ചെയ്യും. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള പ്ലാന്റിൻ്റെ ഫാക്ടേഴ്സ് എന്നും പറയാം അതിനെ. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിന് എക്സാമ്പിളാണ് ഇലകളുടെ എണ്ണം. ഇലകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് കൂടും. ഇലകളുടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് കൂടും. അതുപോലെ ഓറിയൻറ്റേഷൻ ഓഫ് ലീവ്സ്. മീസോഫിൽ സെൽസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിൻ്റെ സ്പീഡ് കൂടും. അതുപോലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ
ഫോട്ടോസിന്തസിൻ്റെ സ്പീഡ് കൂടും. ഇന്റേണൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിൻ്റെ സ്പീഡ് കൂടും. എമൗണ്ട് ഓഫ് ക്ലോറോഫിലിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിൻ്റെ സ്പീഡ് കൂടും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ടെമ്പറേച്ചർ പോലെയുള്ളവ. ഫോട്ടോസിന്തസിസ് ഈസ് അഫക്റ്റഡ് ബൈ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫോട്ടോസിന്തസിനെ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നു. ഇന്റേണൽ ഓർ പ്ലാന്റ് ഫാക്ടേഴ്സ്, ആന്തരിക ഘടകങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ് ഫാക്ടേഴ്സ്. നമ്പർ, സൈസ്, ഏജ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ലീവ്സ്. ഇലകളുടെ എണ്ണം, വലിപ്പം, പ്രായം, ഓറിയന്റേഷൻ. മീസോഫിൽ സെൽസിൻ്റെയും എണ്ണം, അതുപോലെ തന്നെ സൈസ്, ഏജ് പോലെയുള്ളവ. ആൻഡ് ക്ലോറോപ്ലാസ്റ്റിൻ്റെയും. ഇന്റേണൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ഇന്റേണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത. ആൻഡ് ദ എമൗണ്ട് ഓഫ് ക്ലോറോഫിലിൻ്റെ അളവ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ബാഹ്യ ഘടകങ്ങൾ, ലൈറ്റ്, പ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത, ടെമ്പറേച്ചർ, ഊഷ്മാവ്, ആൻഡ് വാട്ടർ, ജലം. ഫോട്ടോസിന്തസിന് അത്യാവശ്യമുള്ള ഫാക്ടേഴ്സാണ് സൺലൈറ്റ്, സൂര്യപ്രകാശം, വാട്ടർ ആവശ്യമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്, ഓക്സിജൻ ഇവോൾവ് ചെയ്യും. ഇനി വിവിധ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, പ്രപ്പോസ്ഡ് ബൈ F.F. Blackman. So this law is known as Blackman's law of limiting factors. എന്താണ് ഈ ലോ പറയുന്നത്? ഇഫ് എ കെമിക്കൽ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ മോർ ദാൻ വൺ ഫാക്ടർ, ഒരു രാസപ്രവർത്തനത്തെ ഒന്നിലധികം ഘടകങ്ങൾ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, then its rate will be determined by the factor which is nearest to its minimal value. അങ്ങനെയെങ്കിൽ അതിൻ്റെ റേറ്റ്, അതിൻ്റെ സ്പീഡ് തീരുമാനിക്കപ്പെടുന്നത് ഏറ്റവും മിനിമൽ വാല്യൂവിന് അടുത്തുള്ള ഫാക്ടറാണ്. ഇറ്റ് ഈസ് എ ഫാക്ടർ വിച്ച് ഡയറക്ട്ലി അഫക്ട്സ് ദ പ്രോസസ് ഇഫ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഈസ് ചേഞ്ച്ഡ്. ആ മിനിമൽ വാല്യൂവിന് അടുത്തുള്ള ഫാക്ടറിൻ്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താലാണ് ആ പ്രോസസ്സിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ, ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ the rate of photosynthesis decrease. ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് കുറവായിരിക്കും. ഈവൻ ദോ ലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ഒപ്റ്റിമം. ലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഒപ്റ്റിമം ആണെങ്കിലും ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് കുറയും. ദിസ് പ്ലാന്റ് വിൽ സ്റ്റാർട്ട് ഫോട്ടോസിന്തസിസ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഒപ്റ്റിമം. അപ്പോൾ ഇവിടെ മിനിമൽ വാല്യൂവിലുള്ളത് ഇവിടെ ടെമ്പറേച്ചർ ആണ്. ഈ ടെമ്പറേച്ചറിനാണ് ഇനി ഫോട്ടോസിന്തസിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ടെമ്പറേച്ചർ എപ്പോഴാണോ ഒപ്റ്റിമം ആവുന്നത് അപ്പോഴായിരിക്കും അത് ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഒരു കെമിക്കൽ പ്രോസസ്സിനെ ഒന്നിലധികം ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഏറ്റവും മിനിമൽ വാല്യൂവിനടുത്തുള്ള ഫാക്ടറാണ്. ഇനി ആ ഫാക്ടറിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഫോട്ടോസിന്തസിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഈ പറഞ്ഞത് തന്നെയാണ്. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഫോട്ടോസിന്തസിൻ്റെ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ആ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിനെ അത് നേരിട്ട് അഫക്റ്റ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് സ്റ്റോപ്പ് ചെയ്യും. ടെമ്പറേച്ചർ ഒപ്റ്റിമം ആക്കുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് ഒപ്റ്റിമം കണ്ടീഷനിൽ നടക്കും. കാരണം ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഇവിടെ ഒപ്റ്റിമം അളവിലാണുള്ളത്. ഓക്കെ, അത്രയുമാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും C4 സൈക്കിളിനെ കുറിച്ചാണ് പഠിച്ചത്. ചില പ്ലാന്റ്സിൽ C3 സൈക്കിളും C4 പാത്വേയും കാണാം. അത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ചില പ്ലാന്റ്സിൽ C3 സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള പ്ലാന്റ്സിനെ നമ്മൾ C3 പ്ലാന്റ്സ് എന്ന് പറയും. ഇനി C4 പ്ലാന്റ്സിന് പ്രത്യേക തരത്തിലുള്ള ലീഫ് അനാറ്റമി ഉണ്ട്. അതിനെ നമ്മൾ ക്രാൻസ് അനാറ്റമി എന്ന് പറയും. ക്രാൻസ് അനാറ്റമിയുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. അവയ്ക്ക് വലിയ ബണ്ടിൽ ഷീത്ത് സെൽസ് ഉണ്ടായിരിക്കും. ബണ്ടിൽ ഷീത്ത് സെൽസിൽ ധാരാളം ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടായിരിക്കും. ബണ്ടിൽ ഷീത്ത് സെൽസ് തിക്ക് സെൽവാളോട് കൂടിയതാണ്. ഇംപർവിയസ് ടു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം.
ഇനി C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഓർത്തിരിക്കുക. ഇൻ C3 plants, C3 pathway occurs in all mesophyll cells. C3 pathway എല്ലാ മീസോഫിൽ സെൽസിലും കാണാം. അതേസമയം C4 പ്ലാന്റ്സിലാണെങ്കിൽ C3 സൈക്കിൾ മീസോഫിൽ സെൽസിലല്ല ഉള്ളത്, ബണ്ടിൽ ഷീത്ത് സെൽസിലാണുള്ളത്. ഇനി C3 പ്ലാന്റ്സിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്ന RUBP എന്ന് പറയുന്ന 5 കാർബൺ കോമ്പൗണ്ടാണ്. അതേസമയം C4 പ്ലാന്റ്സിലാണെങ്കിലോ ഇവിടുത്തെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്, PEP ആണത്. മറ്റൊരു വ്യത്യാസം, C3 പ്ലാന്റ്സിൽ റുബിസ്കോ എല്ലാ മീസോഫിൽ സെൽസിലും കാണപ്പെടും. അതേസമയം C4 പ്ലാന്റ്സിലാണെങ്കിൽ മീസോഫിൽ സെൽസിൽ റുബിസ്കോ ഇല്ല, പകരം എവിടെയാണുള്ളത്? ബണ്ടിൽ ഷീത്ത് സെൽസിലാണ് റുബിസ്കോ ഉള്ളത്. C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ടായിരിക്കും, അതേസമയം C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇല്ല. C3 പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ടൊമാറ്റോ, C4 പ്ലാന്റ്സിന് എക്സാമ്പിളാണ് മെയ്സ്, ഷുഗർ കെയിന്, സ്വർഗം പോലെയുള്ളവ. മറ്റൊന്ന് നമ്മൾ പഠിച്ചത് ഫോട്ടോസിന്തസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്? ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പ്രധാനമായും ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, വാട്ടർ. അതോടൊപ്പം തന്നെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഓർത്തിരിക്കാം. ഇഫ് എ കെമിക്കൽ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ മോർ ദാൻ വൺ ഫാക്ടർ, ഒരു കെമിക്കൽ പ്രോസസ്സിനെ ഒന്നിലധികം ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ then its rate will be determined by the factor which is nearest to its minimal value. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റിനെ തീരുമാനിക്കുന്നത്, അതിൻ്റെ സ്പീഡിനെ തീരുമാനിക്കുന്നത് മിനിമൽ വാല്യൂവിനടുത്തുള്ള ഫാക്ടറാണ്. ഇറ്റ് ഈസ് എ ഫാക്ടർ വിച്ച് ഡയറക്ട്ലി അഫക്ട്സ് ദ പ്രോസസ് ഇഫ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഈസ് ചേഞ്ച്ഡ്. ആ ഫാക്ടറിൻ്റെ ക്വാണ്ടിറ്റി മാറ്റിക്കഴിഞ്ഞാൽ അതിന് നേരിട്ട് ഫോട്ടോസിന്തസിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി പരീക്ഷയ്ക്കുള്ളൂ. ഓക്കെ, താങ്ക് യു.